ഹായ് ഗൈസ്, വയനാട്ടിലെ അവസാനത്തെ ദിവസത്തെ വ്ളോഗാണ് ഇന്ന്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണിച്ചപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. റിസോർട്ട് മൊത്തം മഞ്ഞില് മൂടി കിടക്കാണ്. ഒരു കോഫി ഇട്ട് ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാണ്. ആഹാ, എന്താ വൈബ്. കുറച്ച് തണുപ്പുള്ളാൻ വേണ്ടി ഞാനും തിരിച്ചാൽ നടക്കാൻ ഇറങ്ങിയേക്കാണ്. ചുറ്റും മഞ്ഞ് മൂടി കിടക്കാണ്, ഒന്നും കാണാൻ പറ്റില്ല. കുറച്ചു നേരം തണുപ്പുണ്ടല്ലേ, ഇനി ശരീരം ഒന്ന് ചൂടാക്കാൻ വേണ്ടി ടർഫിൽ ഇന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ദിൽഷാദും. ഞങ്ങൾ കറങ്ങി തിരിച്ചു വന്നപ്പോൾ ഒരാൾ ഇവിടെ എനിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് കമ്പനി ആയതാണ് ഈ കാണുന്ന ആള്, നമ്മുടെ പൂച്ചസാർ തന്നെ രാവിലെ മൊത്തം കോമഡി സീനാണ്. യമുന അതിനെ പേടിപ്പിച്ച് ഇപ്പൊ അത് പിടിച്ച് കടിച്ചേനെ. യമുന മാത്രല്ല, അമൃതേച്ചി പൂച്ചനെ കണ്ടു പേടിച്ചു. അനഘയാണ് രാവിലെ തന്നെ എസ്തെറ്റിക് വീഡിയോ ഷൂട്ടിലാണ്, ഞാനാണ് വീഡിയോഗ്രാഫർ. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. എല്ലാവരും ഹുഡിയും തൊപ്പിയൊക്കെ വെച്ച് ടീ പ്ലാന്റേഷൻ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അങ്ങനെ ടീ പ്ലാന്റേഷൻ കറങ്ങിറങ്ങി ഞങ്ങളെ വഴി കാട്ടുന്നത് ആൽവീനെയാണ്. ആൽവീൻ അങ്ങനെ കൊണ്ടുപോയി ചെന്ന് ഞങ്ങളെ വഴി തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ എവിടെയൊക്കെ കൂടെയോ നടന്നുകൊണ്ടിരിക്കുക. ഒന്നറിയാത്ത പോലെ നിൽക്കണില്ലേ കൊച്ചു കള്ളി. അവസാനം ടീ പ്ലാന്റേഷനിൽ തേയില പറക്കി ഇറങ്ങിയ ചേച്ചിയുടെ അടുത്ത് വഴിയും ചോദിച്ചാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയേക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ശരിയായ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ടീ പ്ലാന്റേഷൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണ് ഒരു മുള്ളമ്പന്നിയുടെ മുള്ളാണ്. കൊള്ളാം, ആരെങ്കിലും മൂട്ടിൽ ടങ് കുത്താം ഇത് വെച്ച്. പിന്നെ ഈ വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എന്റെ അമ്മ പറഞ്ഞു ഒരു ആട്ടിടേനെ പോലെ ഉണ്ട് കാണാനെന്ന്. എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ എസ്തെറ്റിക് ഗേൾസ് ഇവിടെ തന്നെ ഉണ്ട്, ആരും കാണാണ്ട് പോലെ അവരെ. അങ്ങനെ ഹൈക്കിംഗ് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിസോർട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ഫുഡും ആയിരുന്നു. അങ്ങനെ നല്ലോണം കഴിച്ചു. അങ്ങനെ വയനാട്ടിലെ റിസോർട്ട് വിശേഷങ്ങളിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. അഭയമോൻ വിഷയം കോസ്റ്റ്യൂമിലാണ് ഇറങ്ങിയേക്കുന്നത്. ഏതാ അവന്റെ സോക്സ്, ഏതാ അവന്റെ ചെരുപ്പ്, ആഹാ കിട്ടില്ല തന്നെ. ഒരാളാണ് ഇവിടെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നുണ്ട്. സായുഷ്ണു ഉറക്കൊന്നും ശരിയാവാത്തോണ്ടാന്ന് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ആഹാ, എന്താ ചിരി. പിന്നെ സുന്ദരന്മാരിൽ സുന്ദരൻ ആഷിഖ് സാർ ഇവിടെ തന്നെ ഉണ്ട്. സാറാണ് ഇവിടെ വീഡിയോ ഷൂട്ടിലാണ്. സാറിന്റെ കിഡിലിന് സ്ലോ മോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അഭയ്. പിന്നെ നമ്മുടെ പെൺപടകൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി സെറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ വയനാട്ടിലെ റിസോർട്ട് വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും കഥകളൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.